ചൈനയിൽ നിർമ്മിക്കുന്ന ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്കും US തീരുവ ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനകൾ നിലനിൽക്കുന്നതിനിടെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ആപ്പിൾ സിഇഒ ടിം കുക്ക്. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇത്തവണ തീരുവയിളവ് ഉണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ടിം കുക്ക് വൈറ്റ് ഹൌസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ചൈനയിൽ നിർമ്മിച്ച് US ഇറക്കുമതി ചെയ്യുന്ന ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് തീരുവയിളവ് നൽകിയിരുന്നു. എന്നാൽ ഇരുവരുടെയും കൂടിക്കാഴ്ചയിലുണ്ടായ ചർച്ചയുടെ വിശദാംശങ്ങൾ ആപ്പിളോ വൈറ്റ് ഹൌസോ പുറത്തുവിട്ടിട്ടില്ല. ട്രംപുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ടിം കുക്ക് ട്രംപിന്റെ അധികാരമേൽക്കൽ ചടങ്ങിലും തുടർന്നുള്ള വിരുന്നുകളിലും പങ്കെടുത്തിരുന്നു. ചൈനയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ ഏർപ്പെടുത്താനാണ് ട്രംപിന്റെ തീരുമാനം. നിലവിൽ ആഗോളതലത്തിൽ ഐഫോണിന്റെ വിൽപ്പനയിലുള്ള ഇടിവിനു പുറമെ 10% താരിഫ് കൂടെ വരുമ്പോൾ അത് ആപ്പിളിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. ചൈനയ്ക്കെതിരെ അമേരിക്കൻ ഭരണകൂടം തീരുവ ഏർപ്പെടുത്തിയതിന് തൊട്ടുപിന്നാലെ ചൈനയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്കെതിരെ ചൈനീസ് ഭരണകൂടം പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഗൂഗിളിനെതിരെ പ്രഖ്യാപിച്ച അന്വേഷണത്തിന് പുറമെ ആപ്പിളിനെതിരെയും ചൈനയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ചൈനയിലെ ആപ്പിളിന്റെ നയങ്ങളെക്കുറിച്ചും ആപ്പുകൾ നിർമ്മിക്കുന്നവർക്ക് നൽകുന്ന ഫീസുമായി ബന്ധപ്പെട്ടുമാണ് ചൈനയിൽ അന്വേഷണം നടക്കുന്നത്. ആപ്പിളിന്റെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രമാണ് ചൈന. അതേസമയം ഏറ്റവും വലിയ വിപണി അമേരിക്കയാണ്. ചൈനയിൽ നിർമ്മിച്ച അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആപ്പിളിന്റെ നിലപാടിനെതിരെയാണ് ട്രംപിന്റെ നീക്കം. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.